വെൽക്കം ബാക്ക് ടു ഔട്ട്ലോ സ്റ്റുഡിയോസ്. സോ എന്റെ യുകെയിലെ രണ്ടാമത്തെ ഹോം ടൂർ ആണ്. ആക്ച്വലി എന്റെ യുകെയിലെ മൂന്നാമത്തെ വീടാണ് ഇത്. ഞാൻ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞു, പക്ഷേ രണ്ടാമത്തെ ഹോം ടൂർ ആണ്. ഇതിനു മുന്നേ ഞാൻ ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2.5 കൊല്ലം താമസിച്ച ഒരു വീടിന്റെ ഹോം ടൂർ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതെല്ലാവരും ഒന്ന് കാണാം. ഇതും ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. സോ ലെറ്റ്സ് ഡു ദിസ്. ഇപ്പോ ഈ റെഡ് ഡോറാണ് ഞങ്ങളുടെ വീട്. 21 ഹാഡൻ സ്ട്രീറ്റ്, മിഡിൽസ്ബ്രോ. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നു ഗൈസ്. അപ്പോൾ ഈ വീടിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമുക്ക് കീ ഒന്നും ആവശ്യമില്ല ലോക്ക് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് വലിച്ചടച്ചാൽ മതി. പക്ഷേ പുറത്ത് വെട്ടേനെ തീർന്നു. അപ്പോൾ നമുക്ക് ആദ്യം കാണിച്ചു തരാനുള്ളത് ഈ ഐറ്റം ആണ്. ഇത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെയാണ്. അപ്പൊ ഇതിലൊരു നമ്പറൊക്കെ അടിച്ചു കൊടുത്തിട്ടൊക്കെയാണ്. അപ്പൊ നമ്മൾ ആരും ഇവിടെ ഇല്ല, നമ്മളെല്ലാവരും വർക്കിന് പോവാണ്, അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ കയറാൻ ശ്രമിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോട്ടിഫിക്കേഷൻ ചെല്ലും. അങ്ങനെ നേരെ ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ ഇത് പോവും. അപ്പൊ അതാണ് അതിന്റെ സെറ്റപ്പ്. അപ്പൊ ആദ്യം കാണിച്ചിരുന്നത് ജസ്റ്റ് ഇതാണ്. കുറച്ച് സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ. ഇപ്പൊ എവിടെ നിന്നോ കിട്ടിയ ഒരു കൊടയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു തൊപ്പിയും. പിന്നെ ഇവിടെ സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ജാക്കറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ജാക്കറ്റ്സ് മാത്രമാണ് ഇവിടെ ഇട്ടിട്ടുള്ളൂ. ഇനി നേരെ കയറുന്നത് ഞാൻ പറയാൻ മറന്നുപോയി, ഇതൊരു 3 BHK ആണ്. അപ്പൊ ഞങ്ങൾ 3 ഫ്രണ്ട്സ് ആണ് ഇവിടെ താമസം. അപ്പോൾ ഇതാണ്. അത്ര വിശാലമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ താമസിച്ച വീടിന്റെ അത്ര വിശാലമല്ലെങ്കിലും അത്യാവശ്യം വിശാലമായ ഞങ്ങളുടെ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മുടെ സോഫ അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് 3 ബെഡ്റൂം ആണ്. അപ്പോൾ 250 പെർ ഹെഡ് ആണ് വരുന്നത്. അത് 750 പൗണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ 75,000 രൂപയാണ് ഏറെക്കുറെ ഇവിടെ റെന്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 BHK. ആക്ച്വലി മിഡിൽസ്ബ്രോ ഭയങ്കര ചീപ്പായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത്. ഇപ്പൊ അത്യാവശ്യം റേറ്റ് ഒക്കെ കൂടി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ 3 BHK തന്നെ 750-നാണ് കിട്ടിയത്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ഒക്കെയാണ്. റൂംസിലേക്കൊക്കെ പോവാം. അതിനു മുന്നേ കിച്ചൺ. കിച്ചണ് മുന്നേ ഇത് കാണിച്ചിട്ട് പോലെ. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ആ സൈഡിൽ ഈ സൈഡിൽ 2 ടേബിൾ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാണത്. അപ്പൊ അവിടെ അയൺ ബോക്സ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് നമ്മൾ നമ്മുടെ സ്മാർട്ട് മീറ്റർ വരുന്നുണ്ട്. ഗ്യാസിന്റെയും ഇലക്ട്രിസിറ്റിയുടെ അതിന്റെ വൈഫൈയുടെ റൂട്ടർ താഴെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബാക്ക് യാർഡിന്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു വിൻഡോ ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ ഐ ആം എൻറ്ററിങ് ടു ദ കിച്ചൺ. കിച്ചൺ അത്ര സ്പേഷ്യസ് അല്ല എന്ന് എന്തായാലും പറയണം. കാരണം ഞങ്ങൾ 5 ബെഡ്റൂമിലാണ് ഇതിന് മുന്നേ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലുള്ളത് അതൊന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ 3 പേർക്കൊക്കെ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ഒരുമിച്ച് നിന്നിട്ട് അരിയാനൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ 5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് നിന്ന് അരിയാനോ അതിനൊന്നുള്ള സ്പേസ് ഇല്ല. ഇപ്പൊ സ്പേസ് വളരെ ലിമിറ്റഡ് ആണ് എന്ന് തന്നെ പറയണം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് വാഷിംഗ് മെഷീൻ വരുന്നത്. അവൻ വരുന്നുണ്ട്. പിന്നെ മൈക്രോവേവും വരുന്നുണ്ട് ഇവിടെ ആക്ച്വലി. പിന്നെ എന്താണ്, നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരായിരുന്നു. അപ്പോൾ ഇതിപ്പോ കുറച്ച് കളക്ഷൻസ് ഉള്ളൂ. ഞങ്ങളുടെ 2 പേരുടെ കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. ഞങ്ങൾക്ക് ഇതിന്റെ അസുഖമുണ്ട്. പിന്നെ ഫ്രിഡ്ജ് അത്യാവശ്യം വലിപ്പമുള്ള ഫ്രിഡ്ജാണ്. 3 പേർക്ക് ഇത് ഇഷ്ടം പോലെയാണ്. കാരണം ഞങ്ങളെ കൊണ്ട് ഇത് നിറയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ താഴെ ഇവിടെ ഫ്രീസർ വരുന്നുണ്ട്. ഫ്രീസറിലും നമുക്ക് 4 ക്യാബിൻസ് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും സെപ്പറേറ്റ്. കാരണം നമ്മൾ ഒരുപാട് ഫ്രോസൺ ഫുഡ് ഐറ്റംസ് വയ്ക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നാടൻ പരിപ്പോടെയൊക്കെയാണ്, പക്ഷെ ഫ്രോസൺ ആണ്. പിന്നെ നമ്മളിങ്ങനെ ഇത് ഐസ്ലാൻഡിന്റെ ഇന്ത്യൻ ടേക്ക് അവേസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഇതിന്റെ അഡിക്ട്സ് ആണ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് 2 നേരത്തെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു ഐറ്റം മതി. വെറും 2.5 പൗണ്ട് അല്ലെങ്കിൽ 2 വാങ്ങുകയാണെങ്കിൽ 4 പൗണ്ടിന് കിട്ടും. അപ്പോൾ ഇതാണ് ഇപ്പൊ നമ്മുടെ കുറച്ചു കാലമായിട്ടുള്ള സഹയാത്രികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രോസൺ ഐറ്റംസ് ഒരുപാട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രീസർ ആണ് നമുക്ക് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് ആവശ്യം വരുന്നത്. എല്ലാവരുടെയും ഇതിൽ എങ്ങനെ തന്നെയാണ്, ഫുൾ ആയിരിക്കും കണ്ടല്ലോ. അപ്പോൾ അതാണ് ഫ്രിഡ്ജിന്റെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇവിടെയുള്ള സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ അടക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് സഞ്ജുവിന്റെ പണികളാണ് ഇതെല്ലാം. സഞ്ജു എൻ്റെ ഞാൻ മുന്നേ താമസിച്ച വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ ഇവിടെയും എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളും കുറച്ച് മസാല ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐറ്റംസ് എടുത്ത് വെക്കാനായിട്ടാണ് ഇതും വെച്ചേക്കുന്നത്.
ഇതിലും കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ മൂവ് ചെയ്തിട്ടുള്ളൂ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഒരു 2 weeks ആയിട്ടുള്ളൂ ഞങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാം അങ്ങനെ ഒതുക്കിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചും കൂടി സമയം വേണ്ടി വരും, കാരണം നമ്മൾ 5 ദിവസം 6 ദിവസമൊക്കെ ഷിഫ്റ്റിന് പോണവരാണ്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഗ്യാസ് സെറ്റപ്പ് ഒക്കെ വരുന്നത്. ഞങ്ങളുടെ മസാല ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ. ദെൻ നമ്മുടെ ഇത് വരുന്നുണ്ട്. ഇതിനെന്താണ് പറയല്, അമ്മീന്നൊക്കെ ആയിരുന്നു. ഇതിനെന്ത് വേറെ പേരെ പറയാമെന്ന് ഞാൻ മറന്നു പോയിരിക്കുന്നു. പിന്നെ ടീ, ഷുഗർ, കോഫി, കുറച്ച് അച്ചാറും ഉണ്ട്. അപ്പൊ അതാണ് മെയിനായിട്ട് കിച്ചൺ. ഓ യെസ്, ബോയിലറിനെ പറ്റിയിട്ട് പറയാൻ മറന്നുപോയി. ഇത് സാധാ നോർമൽ ബോയിലർ തന്നെയാണ്. നമുക്ക് വാട്ടർ ഹീറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ വിന്റർ ടൈമിൽ കുറച്ച് ഹീറ്റ് ചെയ്യാനോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ട്. ദെൻ ഇവിടെ ഒരു ചെറിയ സ്പേസ് വരുന്നുണ്ട്, വേണമെങ്കിൽ വരാന്ത എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ മോപ്പ്, വേസ്റ്റ് ബിന്നൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ പുറത്തേക്ക് ഒരു ഡോർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഹോളിൽ നിന്ന് കാണിച്ചിരുന്നില്ലേ, ആ ഒരു സ്പേസ് വരുന്നുണ്ട്, ബാക്ക് യാർഡ്. അപ്പോൾ ദിസ് വൺ ഇസ് ദ ബാക്ക് യാർഡ്. ആക്ച്വലി വി ഹാവ് ഇനഫ് സ്പേസ് ഫോർ 3 guys. കുറച്ച് അഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി വലിയ ഉപകാരമൊന്നുമില്ല, കാരണം വിന്റർ ഒക്കെ ആയതുകൊണ്ട് ഇനി നമുക്ക് അഴക്കയിലിടലൊന്നും പറ്റില്ല. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ദെൻ ടോയ്ലറ്റ്. ദെൻ comes the ടോയ്ലറ്റ്. ടോയ്ലറ്റിന് ഒരു പ്രത്യേക തരം ഡോറാണ്. ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ദെൻ ഒരു ലൈറ്റ് ഉണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്. ഇനി എക്സോസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. വളരെ ലിമിറ്റഡ് സ്പേസ് ആണെന്ന് തന്നെ പറയണം, കാരണം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കുടിച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ സ്ഥിരം കൈയിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് കുളിക്കുമ്പോൾ. പിന്നെ ഷവറും, ഇതുകൂടാതെ ഇങ്ങനത്തെ ഷവറും വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് പോകും. അത്രേ ഉള്ളൂ ടോയ്ലറ്റ്. ഇനി പോകുന്നത്, സോ ഫസ്റ്റ് റൂം, ദിസ് ഈസ് ദ ബെസ്റ്റ് റൂം എന്ന് തന്നെ പറയണം. അത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സംഭവം മനസ്സിലാക്കും. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത സഞ്ജുവിന്റെ റൂമാണിത്. അപ്പൊ മരകയറ്റ് ആണ് അളിയൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ കയറി കാണാം. ഇതൊക്കെ കണ്ടില്ല, അളിയൻ ഭയങ്കര കടുത്ത ടോറസ് ആരാധകനാണ്. ഇത് ലിവർപൂളിന്റെ 19-20 ചാമ്പ്യൻഷിപ്പിന്റെ ഫ്ലാഗ് ആണ്. അതിനുശേഷം അവർക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടില്ല, വേറെ കാര്യം. അതുകൊട്ടെ. പിന്നെ അളിയൻ സെറ്റ് ചെയ്തേക്കുന്നൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. വീട് മാറിയെന്ന് കണ്ടതാണ് അളിയൻ, പിന്നെ കണ്ടിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ അവൻ ഷൂറാക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട്. എന്റെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമാണ് ലാസ്റ്റ് മാസമായിട്ട് കാണിച്ചു തരേണ്ടിരുന്നതായിരുന്നു. പക്ഷെ നമുക്ക് ഇനിയുള്ള 2 റൂമും മേലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഫിനിഷ് ചെയ്തിട്ട് മേലേക്ക് പോകാൻ എന്നുള്ളത് കൊണ്ടാണ് ഇതിപ്പോ കാണിച്ചത്. സോ റിമൈനിങ് 2 rooms. ദിസ് വൺ ഈസ് ദ സ്റ്റെയർസ്. അപ്പോ ഒരു 10-12 സ്റ്റെയർസ് ഉണ്ട്. ഡെയിലി ഇത് കയറി ഇറങ്ങാന്നുള്ളത് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. സോ സ്റ്റെയർ കയറി വന്നിട്ട് 2 റൂംസ് ആണുള്ളത്. ഇവിടെ നമുക്കൊരു ബൾബിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്, ഇതേ ഓപ്ഷൻ തന്നെ താഴെയും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആക്ച്വലി ഒരു സെൻസർ ഒക്കെ വരുന്നുണ്ട്, ഫയറിന്റെ ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഇതാണ് ഫസ്റ്റ് റൂം. ദിസ് ഈസ് മൈ ഫ്രണ്ട്സ് റൂം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് മൊത്തം എന്താണ് പറയാ, ഷെൽഫാണ് ഏറെക്കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ഷെൽഫ് ഉണ്ട്. അപ്പൊ അതിന്റെ മേലെ ലഗേജ് ബോക്സസ് ഒക്കെ വെച്ചിട്ട് വെച്ചേക്കുന്നത്. ദെൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു മെയിൻ ഐറ്റം, അളിയനാണ്. എനിക്കിത് പിടിക്കാനും കൂടി അറിയില്ല, എന്നാലും വെറുതെ ഞാൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്, ഹിസ് റൂം. ഞാൻ അധികം പ്രൈവസിയിലേക്ക് ഇടപെടുന്നില്ല. ഷെൽഫിലൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതൊന്നും തുറന്നു കാണിക്കുന്നില്ല. കുറെ ഡ്രസ്സസും സംഭവങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അളിയൻ, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഞങ്ങൾ തന്നെ സെറ്റായി വരുന്നുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് വരുന്നുണ്ട്, അമ്പറിലൊക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫറാണ് അളിയൻ, മാർഷൽ എന്നാണ് ഞങ്ങളുടെ പേര്. നോർത്ത് ഈസ്റ്റിൽ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് അളിയൻ. അപ്പൊ അളിയന്റെ റൂമാണിത്. അപ്പോൾ കുറെ എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ റൂം കുറച്ച് മെസ്സി ആയിട്ടുണ്ടായിരിക്കും കുറച്ച്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ അതിവിശാലമായ
എന്റെ സ്വന്തം റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻട്രി. സോ ദിസ് ഈസ് മൈ റൂം. ഞാനും ഏറെക്കുറെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോ ബെഡ് വളരെ വലുതാണ്. 2 സിംഗിൾ ബെഡ്സ് ചേർത്തിട്ടിട്ട് ഒരു ഡബിൾ ആക്കിയിരിക്കുകയാണ്. അവിടെ ഒരു ഹീറ്റർ വരുന്നുണ്ട്. പിന്നെ എൻ്റെ റൂമിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് എനിക്ക് എന്ത് വന്നിട്ടുണ്ട്, ഷെൽഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരുവിധ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും ഈ ഷെൽഫിന്റെ ഉള്ളിൽ പോയി ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഡ്രസ്സസ് ഒക്കെയാണ്. പിന്നെ എൻ്റെ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കാണിക്കണ്ട, ഞാൻ ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചോളാം. GT ആൻഡ് ബെന്റ്ലി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആമസോണിന്റെ വണ്ടി ഉണ്ട്. ഞാൻ മറ്റേ നാഗവല്ലിയുടെ പോലെ ആയി തുടങ്ങിയില്ല ഇപ്പൊ ചെറുതായിട്ട്. അതാണ് എൻ്റെ റൂമിൽ വന്നതിന് എൻ്റെ പ്രശ്നം. പിന്നെ ഇവിടെ എല്ലാ സംഭവങ്ങളും, ഇവിടെ ഈ 3 ലേസിൽ ഡ്രസ്സസും, പിന്നെ ഇവിടെ നമ്മുടെ സ്പ്രേ അങ്ങനത്തെ ആവശ്യ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നു. പിന്നെ ഇവിടെ ഞാനൊരു ലഗേജ് ബോക്സ് വെച്ചു, അതുപോലെ തന്നെ മേലൊരു പെട്ടി വെച്ചു. അങ്ങനെ ഈ സ്പേസ് കഴിച്ചു. എല്ലാം വളരെ കോമ്പാക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റി, അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ വരുന്നതാണ് ഇത്. കുറച്ചധികം ഉണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ. പിന്നെ നമ്മുടെ ഒരു ചെയറും അതുപോലെ തന്നെ ഒരു ടേബിളും വരുന്നുണ്ട്. ലാപ്ടോപ്പ് ചെയർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരാളൊക്കെ ഉണ്ട്, ആളൊക്കെ സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. then ഇവിടെ കുറച്ച് ചെറിയ ഒരു ഷെൽഫ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഡ്രസ്സസ്, അതായത് യൂസ് ചെയ്ത ഡ്രസ്സസ് മാത്രം ഇടാനായിട്ട് ഈ ഷെൽഫ് യൂസ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ എൻ്റെ ലാപ്ടോപ്പ് ബാഗൊക്കെ ഇവിടെ പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഏറെക്കുറെ എന്താണ് എൻ്റെ സെക്കൻഡ് ഹോം ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ ഹോം ടൂറിന്റെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ ദാറ്റ്സ് ഇറ്റ്. മിഡിൽസ്ബ്രോയിലും പ്രൈസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ വീടുകൾക്കൊക്കെ ഇപ്പൊ ഏറെക്കുറെ 250 ആണ് ഞങ്ങൾ ഇതിന് പെർ ഹെഡ് പേ ചെയ്യുന്നത്. കുഴപ്പമില്ല, വർത്താണ്. നമുക്ക് സ്വന്തമായിട്ട് റൂമുണ്ട്. അപ്പൊ നമ്മൾ പല സമയത്തൊക്കെ ഷിഫ്റ്റിന് പോകുന്നവരൊക്കെയാണ്. അപ്പൊ ബേസിക്കലി ഞങ്ങൾ 3 പേര് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരാണ്. എങ്കിലും പല സമയത്താണ് വരാം. ബാക്കി വേറെ നമ്മുടെ കൂടുതലുള്ള ആൾക്ക് ശല്യമില്ല, അതൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എപ്പോഴും സിംഗിൾ റൂംസ് ആണ് ചൂസ് ചെയ്യല്. ഞങ്ങൾ മുന്നേ താമസിച്ചിടത്തോളം 5 സിംഗിൾ റൂമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഞങ്ങൾ 3 സെപ്പറേറ്റ് റൂംസ്. ഇപ്പൊ ഇതിലും കുറഞ്ഞ റേറ്റിലൊക്കെ മിഡിൽസ്ബ്രോയിലൊക്കെ കിട്ടും. സ്റ്റിൽ ദിസ് വൺ ഐ റിയലി ലൈക്ക് ദിസ് വൺ. ഓക്കെയാണ്. ഇപ്പൊ ഏറെക്കുറെ 1 കൊല്ലത്തെ കോൺട്രാക്ട് ആണ് ഞങ്ങൾക്ക് ഇതിലുള്ളത്. 1 കൊല്ലം ഇവിടെ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. Don't forget to subscribe and support, guys.